എല്ലാവർക്കും നമസ്കാരം. ഉരുളക്കിഴങ്ങ് കൊണ്ട് 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാവുന്ന ഒരു ഒഴിച്ചുകറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഈ കറി നമുക്ക് ഉച്ചയ്ക്ക് ചോറിനൊപ്പമോ അല്ലെങ്കിൽ രാവിലെ ഏതൊരു ബ്രേക്ക്ഫാസ്റ്റിനൊപ്പമോ കഴിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എളുപ്പത്തിനായിട്ട് നമ്മളിന്ന് കുക്കറിലാണ് കറി തയ്യാറാക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കർ സ്റ്റവിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇതുപോലെ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു മീഡിയം കഷ്ണം ഇഞ്ചിയും 8-10 അല്ലി വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചച്ചുവെല്ലാം ഒന്ന് മാറി കിട്ടും വരെ ഒന്ന് വാട്ടിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചച്ചുവെല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാളയാണ് ചേർക്കാനുള്ളത്. 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കനം കുറച്ച് നരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സവാള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ എരിവിനായിട്ട് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. എരിവ് കുറവുള്ള മുളകാണെങ്കിൽ 3-4 വരെ ചേർക്കേണ്ടതായി വന്നേക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഈ സവാള നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. സവാള ഒരുപാട് നേരം വഴട്ടി കളർന്ന് മാറേണ്ട ആവശ്യമില്ല. സവാളയുടെ പച്ചച്ചുവെല്ലാം ഒന്ന് മാറി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാവും. സവാള ഇപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റായി പച്ചച്ചുവെല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവനുസരിച്ച് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൊടി കൂടി ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാലയ്ക്ക് പകരമായിട്ട് മീറ്റ് മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഈ മസാലകളുടെ എല്ലാം പച്ചമണം മാറി കിട്ടും വരെ ഒന്ന് വഴട്ടിയെടുക്കാം. മസാലകളുടെ പച്ചമണം എല്ലാം ഒന്ന് മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഇതുപോലെ വലിയ പീസുകളായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് മസാലയിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം തക്കാളി ഒന്ന് വഴട്ടിയെടുക്കാം. തക്കാളി ഒരുപാട് വെന്തൊടേണ്ട ആവശ്യമില്ല, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. അങ്ങനെ ഏകദേശം 1 മിനിറ്റോളം വഴട്ടി തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങാണ് ചേർക്കാനുള്ളത്. മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ക്യൂബ്സ് ആയിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് മസാലയിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങെല്ലാം മസാലയിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് കറിയിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 ഗ്ലാസ് ചെറിയ ചൂടോടുകൂടിയ വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഉപ്പെല്ലാം പാകമായി കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്ന് തിളച്ചതിന് ശേഷം കുക്കർ മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിലടിച്ചെടുക്കാം. 3 വിസിലടിച്ച് പ്രഷറെല്ലാം ഒന്ന് സെറ്റിലായതിനു ശേഷം കുക്കർ തുറന്നപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് നല്ലൊരു കൊഴുപ്പിനും രുചിക്കുമായിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് ഇതുപോലെ തവ ഉപയോഗിച്ചൊന്ന് ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങെല്ലാം ഇതുപോലെ ഉടച്ചെടുത്ത ശേഷം വീണ്ടും സ്റ്റൗ ഓൺ ചെയ്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് ചേർക്കാനുള്ളത്. 1 ഗ്ലാസ് നല്ല തിക്കായിട്ടുള്ള തേങ്ങയുടെ 1/4 പാൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തേങ്ങാപ്പാൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വെച്ച് നമുക്ക് ഈ തേങ്ങാപ്പാലൊന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങാപ്പാൽ ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയിട്ടുണ്ട്. തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മല്ലിയിലയുടെ രുചി ഇഷ്ടമുള്ളവർക്ക് ഈ സമയം 1-2 ടീസ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞെടുത്ത് ചേർക്കാവുന്നതാണ്. നല്ല എരിവ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഈ സമയം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത കറി ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും കറി ഒന്നുകൂടി ഒന്ന് കുറുകി കിട്ടും. അങ്ങനെ കുറച്ചൊന്ന് തണുത്ത് ഒന്ന് കുറുകിയതിന് ശേഷം കഴിക്കുന്നതാവും കൂടുതൽ നല്ലത്. ഈ ഒരു പൊട്ടറ്റോ കറിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.